വാർത്തകൾ വിശദമായി. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ പരാജയം സമ്മതിച്ച് ബിജെപി. സമരം ശരിയായ വിജയം കണ്ടില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം നാളെ അവസാനിപ്പിക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഓരോ സമരഘട്ടത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടായി. പക്ഷെ പൂർണ്ണമായ നേട്ടം 100% വിശ്വാസം സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഓരോ ഘട്ടത്തിലും അതിനെ സംബന്ധിച്ചിടത്തോളം ജനപിന്തുണ കൊണ്ടും ശബരിമല ധർമ്മശാസ്താവിന്റെ അനുഗ്രഹകാഴ്ചകൾ കൊണ്ടും മുന്നോട്ട് വിജയത്തിലേക്കാണ് കുതിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, നമുക്കറിയാം ശബരിമലയുടെ പേര് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കലാപം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കെല്ലാം ഒരു തിരിച്ചടിയായിരിക്കുകയാണ് ഈ സമരത്തിന്റെ പരാജയം. അത് അവർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, സുപ്രീം കോടതി വിധിയെ പാടെ അവഗണിച്ചുകൊണ്ട് ബിജെപിയും RSSും നടത്തിയ സമരം നാളെ അവസാനിക്കാൻ പോവുകയാണ്. നടത്തിവന്നിരുന്ന സമരം നാളെ അവസാനിപ്പിക്കുകയാണ്. സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമരം ബിജെപി നടത്തി വന്നിരുന്നത്. ഇതിൽ പരാജയമാണ് ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തന്നെ സമ്മതിച്ചിരിക്കുന്നത്. അവരുടെ വിലയിരുത്തൽ സമരം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതിലൂടെ അവരുടെ ശ്രീധരൻപിള്ളയുടെ വാക്കുകളിൽ നിരാശ നിഴലിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒക്ടോബർ 1 ഏതാണ്ട് 48 ദിവസങ്ങൾക്ക് മുൻപ് സമരം ആരംഭിക്കുമ്പോൾ അണികൾ ആവേശത്തിലായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും സമരത്തിൽ അണികളുടെ ആവേശം ചോർന്നതും പ്രവർത്തകരുടെ ആവേശം ചോർന്നതും പ്രവർത്തകർ സമരവേദിയിലേക്ക് എത്താത്തതും വളരെ ശ്രദ്ധേയമായിരുന്നു. അതോടൊപ്പം തന്നെ നേതാക്കൾക്കിടയിലും വലിയ ആശയക്കുഴപ്പവും ഒപ്പം ചേരിതിരിഞ്ഞ് അഭിപ്രായ രൂപീകരണവും ഉണ്ടായ കാരണം ശ്രീധരൻപിള്ള ഒറ്റയ്ക്കാണ് ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിച്ചത് എന്നും അത്തരത്തിലൊരു സമരം ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു സമരം വിജയിപ്പിക്കാൻ കഴിയുകയില്ല എന്നുമായിരുന്നു മറ്റു ചില നേതാക്കളുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഈ സമരത്തിന് നിരാഹാര പന്തലിലേക്ക് എത്തുന്നതിന് പോലും തയ്യാറായിരുന്നില്ല. അതോടൊപ്പം നിരാഹാരം അനുഷ്ഠിക്കുന്നതിനും പല നേതാക്കളും തയ്യാറായിരുന്നില്ല എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ പരാജയം സമ്മതിച്ച് ബിജെപി. വിവരങ്ങളാണ് ദിനകർ നൽകിയത്. മാരാമൺ കൺവെൻഷനിൽ സ്ത്രീകൾക്ക് ഇനി പൂർണ്ണ പങ്കാളിത്തം. കൺവെൻഷനിലെ എല്ലാ യോഗങ്ങളിലും സ്ത്രീകൾക്ക് പങ്കെടുക്കാം. സ്ത്രീകളെ പങ്കെടുപ്പിക്കാനായി രാത്രി യോഗങ്ങൾ ഒഴിവാക്കി. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, വിശദാംശങ്ങൾ. രേഷ്മ, 124ാമത് മാരാമൺ കൺവെൻഷന്റെ രാത്രി യോഗങ്ങളിലെ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയാണ് സഭാധ്യക്ഷന്റെ സർക്കുലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കൺവെൻഷന്റെ രാത്രി യോഗങ്ങളിൽ സ്ത്രീകളെ പ്രവേശിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിലാണ് ഈ സമയക്രമത്തിൽ ഈ മാറ്റം. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത പള്ളികളിലേക്ക് വായിക്കാനയച്ച സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 10 മുതൽ 17 വരെ പമ്പ മണ്ഡലത്തിലാണ് ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഈ വർഷം മുതൽ വൈകുന്നേരം 5-ന് യോഗം ആരംഭിച്ച് 6:30-ക്ക് അവസാനിക്കും വിധം സായന യോഗങ്ങളായാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 6:30-ക്ക് ആരംഭിക്കുന്ന യോഗം 8:30-ക്ക് നീണ്ടു നിന്നിരുന്നു. മാരാമൺ കൺവെൻഷന്റെ യാത്രായോഗങ്ങളിൽ മുൻപും സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. സ്ത്രീകളെ രാത്രി യോഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്ന ആവശ്യം പല കേന്ദ്രങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷവും ഉയർന്നു വന്നിരുന്നുവെങ്കിലും സഭ ഇത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൺവെൻഷൻ ആഴ്ചയിലെ പ്രോഗ്രാം എപ്പിസ്കോപ്പൽ സിനഡിലെ അംഗങ്ങളുടെ ആലോചനയോട് കൂടിയാണ് പുനഃക്രമീകരണം നടന്നതായി മെത്രാപ്പൊലീത്ത സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും പൊതുയോഗം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി. ശരി, വ്യക്തമാണ് ഗീവർഗീസ്. മാരാമൺ കൺവെൻഷനിൽ സ്ത്രീകൾക്ക് ഇനി പൂർണ്ണ പങ്കാളിത്തമുണ്ടാകും. കൺവെൻഷനിലെ എല്ലാ യോഗങ്ങളിലും സ്ത്രീകൾക്ക് പങ്കെടുക്കാം. വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. ഇടവേള. മോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്തിനുണ്ടാക്കിയത് ലക്ഷം കോടികളുടെ കടം. കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് 27 ലക്ഷം കോടി രൂപയുടെ കടം കേന്ദ്ര സർക്കാരിനുണ്ടായതായി കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. 49% സർക്കാരിന്റെ കടം വർദ്ധിച്ചത്. പൊതുകടം, ആഭ്യന്തര കടം എന്നിവയിലും വൻ വർധനവുണ്ടായതായും ധനമന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വിശദാംശങ്ങൾ.
കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക തൽസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ തൽസ്ഥിതി റിപ്പോർട്ടിന്റെ 8ാം എഡിഷനിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടം വർദ്ധിച്ചു എന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ധനമന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2014 കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് സർക്കാരിന്റെ കടം 54,90,763 കോടി രൂപയായിരുന്നു. എന്നാൽ 2018 സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും 27 ലക്ഷം കോടി രൂപ വർദ്ധിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ കടം 82,03,253 കോടി രൂപയായി എന്നാണ് ധനമന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ 4.5 വർഷക്കാലത്തെ മോദി ഭരണത്തിനിടയിൽ 27 ലക്ഷം കോടി രൂപയാണ് ഈ രീതിയിൽ സർക്കാരിന്റെ കടം വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകളാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പൊതുകടം 51.7% വർദ്ധിച്ചതായും ഈ തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 48 ലക്ഷം കോടി രൂപയിൽ നിന്നും 73 ലക്ഷം കോടിയായി രാജ്യത്തിന്റെ പൊതുകടം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കും ഇതോടൊപ്പം ധനമന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം ആഭ്യന്തര കടത്തിന്റെ കാര്യത്തിലും സമാനമായ രീതിയിലുള്ള വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 68 ലക്ഷം കോടി രൂപയിലേക്ക് രാജ്യത്തിന്റെ ആഭ്യന്തര കടം എത്തിയതായും ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ആഭ്യന്തര കടത്തിന്റെ കാര്യത്തിൽ 54% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2010 മുതൽ 2010-11 സാമ്പത്തിക വർഷം മുതലാണ് കേന്ദ്ര സർക്കാരുകൾ ഇത്തരത്തിൽ സാമ്പത്തിക തൽസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ വേണ്ടി തുടങ്ങിയത്. അതിൽ ഇപ്പോൾ 4.5 വർഷക്കാലം കേന്ദ്ര സർക്കാർ ഭരിച്ച ഈ നരേന്ദ്രമോദി ഭരിച്ച 4.5 വർഷക്കാലം രാജ്യത്തിന്റെ പൊതുകടവും ആഭ്യന്തര കടവും അതുപോലെ തന്നെ സർക്കാരിന്റെ കടവും വ്യക്തമാണ്. ശരത്, മറ്റു വാർത്തകളിലേക്ക്. ബിജെപിക്കെതിരെ പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിപക്ഷ പാർട്ടികളുടെ വൻ റാലി നടന്നു. 14 പ്രതിപക്ഷ പാർട്ടികൾ റാലിയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി, മായാവതി, ഇടതു പാർട്ടി നേതാക്കളും വിട്ടുനിന്നു. അതേസമയം റാലിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് പോലും രാജ്യം ഭരിക്കണമെന്നാണ് ആഗ്രഹമെന്നും മോദി വിമർശിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, വിവരങ്ങൾ. പൊതുതെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വൻ റാലി ഇന്ന് നടന്നത്. സമാജ്വാദിയിൽ നിന്ന് അഖിലേഷ് യാദവ്, JDS നേതാക്കളായ ദേവഗൌഡ, കുമാരസ്വാമി, NCPയിൽ നിന്ന് ശരത് പവാർ, ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ, ലാലു പ്രസാദ് യാദവിന്റെ പുത്രൻ തേജസ്വി യാദവ് തുടങ്ങി 14 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇന്നത്തെ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഗുജറാത്തിൽ നിന്ന് ജിഗ്നേഷ് മേവാനിയും ഹാർദിക് പട്ടേലും റാലിക്കെത്തി സംസാരിക്കുകയും ചെയ്തു. പ്രധാനമായും BJP പക്ഷത്തെ വിമത നേതാക്കളായി അറിയപ്പെടുന്ന അരുൺ ഷൂറി, യശ്വന്ത് സിൻഹ തുടങ്ങിയവരും റാലിക്കെത്തിയത് ശ്രദ്ധേയമായി. അതേസമയം മമതാ ബാനർജിയുടെ വലിയ സുഹൃത്തായ തെലങ്കാന മുഖ്യമന്ത്രി KCR ഈ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയും ചെയ്തു. സംസ്ഥാന നിയമസഭാ തിരക്കുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം. പക്ഷേ ഒരു പ്രതിനിധിയെ പോലും KCR ഈ റാലിയിലേക്ക് അയച്ചില്ല. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പ്രതിനിധികളെ അയച്ചെങ്കിലും ഈ റാലിക്ക് എത്തിയില്ല. ഇടതു പാർട്ടികളും കൽക്കട്ടയിൽ നടന്ന ഈ റാലിയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു. 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് പശ്ചിമ ബംഗാളിലുള്ളത്. ഇതിൽ ഒറ്റയ്ക്ക് വിജയിക്കുക എന്നത് തന്നെയാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് എത്തുക. നേരത്തെ രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്തുമ്പോഴാണ് ഇത്തരം ഒരു നീക്കം മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. അതേസമയം ഗുജറാത്തിൽ ഒരു പൊതു റാലിയിൽ സംസാരിച്ച നരേന്ദ്രമോദിയാകട്ടെ റാലിയെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു. ഒറ്റ MLA ഉള്ള പാർട്ടി പോലും കേന്ദ്രം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി വിമർശിച്ചത്. ഈ മഹാസഖ്യം പരാജയപ്പെടുമെന്നും നരേന്ദ്രമോദി പറയുകയും ചെയ്തു. കൊല്ലത്ത് RSPയും BJPയും തമ്മിൽ രഹസ്യധാരണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇതിന് തെളിവെന്നും കോടിയേരി. ആലപ്പാട്ടെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും കോടിയേരി പറഞ്ഞു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, വിശദാംശങ്ങൾ. കേരളത്തിൽ ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ RSP മുമ്പും രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഇക്കുറി അവർ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് UDF പ്രഖ്യാപിക്കും മുമ്പ് തന്നെ RSPയുടെ സംസ്ഥാന സെക്രട്ടറി A അസീസ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനാണെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. അത് ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അങ്ങനെ ഒരു നീക്കവുമായി രംഗത്ത് വരുമോ എന്നുള്ളൊരു ഭീതി കൊണ്ടായിരിക്കാം അസീസ് അങ്ങനെ ഒരു മുൻപോട്ട് ഒരടി വെച്ചത്.
അതേസമയം കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് അതിനൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് RSSുമായിട്ടുള്ള പ്രേമചന്ദ്രന്റെ രഹസ്യ ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിന്റെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ കാണാനാകൂ. അതുകൊണ്ടാണ് UDF പ്രഖ്യാപിക്കും മുമ്പ് അങ്ങനെ ഒരു നീക്കവുമായി RSP രംഗത്ത് വന്നത്, മുൻകൂട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഇപ്പോൾ പ്രേമചന്ദ്രനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന പരിപാടി അത് ഒഴിവാക്കിക്കൊണ്ട് അതിനെ അട്ടിമറിക്കാൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു വരുത്തി എന്നുള്ളതാണ് പ്രേമചന്ദ്രന് മേൽ ചുമത്തപ്പെട്ട അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ഒരു സംഭവം. അതേസമയം പ്രേമചന്ദ്രൻ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും അതിന്റെ അമർഷം പുകഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മുനമ്പം മനുഷ്യക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരെ തിരിച്ചറിഞ്ഞു. രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് മുഖ്യ സൂത്രധാരന്മാരെന്ന് മൊഴി. മുനമ്പം വഴി ന്യൂസിലാൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച് പിടിയിലായ ദില്ലി സ്വദേശി പ്രഭുവാണ് പോലീസിന് മൊഴി നൽകിയത്. 230 പേർ ന്യൂസിലാൻഡിലേക്ക് മുനമ്പം വഴി പോകാൻ ശ്രമിച്ചെന്നും ഇതിൽ 19 പേരാണ് പോകാൻ സാധിക്കാതെ തിരികെ മടങ്ങിയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. പ്രധാന പ്രതികളുടെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാതെ തിരികെ ദില്ലിയിലേക്ക് വന്ന പ്രഭു എന്ന വ്യക്തി ഇന്നലെയാണ് കേരള പോലീസിന്റെ പിടിയിലായത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത വേളയിലാണ് ശാന്തകുമാർ, രവീന്ദ്ര, ശ്രീകാന്ത് എന്നീ 3 പേരാണ് മനുഷ്യക്കടത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരന്മാരെ എന്നുള്ള വിവരം കേരള പോലീസിന് ലഭിച്ചത്. ഇയാളെ പിടികൂടിയ പോലീസ് മണിക്കൂറുകളോളം ദില്ലിയിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ വെച്ചാണ് ഇവർ 3 പേര്, നേരത്തെ സൂചിപ്പിച്ച 3 പേരുകാരാണ് പ്രധാന സൂത്രധാരന്മാരെന്ന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ യഥാർത്ഥമാണോ എന്നതിനെ സംബന്ധിച്ച് പോലീസിന് സംശയമുണ്ട്. പല സംസ്ഥാനങ്ങളിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ 3 പേരും എന്നതിന് പീപ്പിൾ ടിവിയുടെ അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവരുടെ യഥാർത്ഥ പേര് വിവരങ്ങൾ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രഭുവിന്റെ മൊഴിപ്രകാരം പ്രഭു പറയുന്നത് 230 പേർ 2019 ജനുവരി 12 തീയതി രാവിലെ 4:30 കൂടി മുനമ്പം വഴി ന്യൂസിലൻഡിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിൽ 19 പേർ ബോട്ടിൽ സ്ഥലമില്ലാത്തതിനെ തുടർന്ന് തിരികെ അവരെ കൂട്ടാതെ ബോട്ട് പോവുകയായിരുന്നു ചെയ്തത് എന്നാണ്. നേരത്തെ 1.5 മാസത്തോളം തയ്യാറെടുപ്പോട് കൂടിയാണ് ബോട്ട് തയ്യാറാക്കിയത് എന്നും പോലീസിന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 19 ആളുകൾ, അതായത് ബോട്ടിൽ കയറാൻ വേണ്ടി സാധിക്കാത്ത 19 ആളുകളും തിരികെ ഇന്നും നാളെയുമായി ദില്ലിയിൽ തന്നെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം എത്തിയത് പ്രഭുവാണ്. വ്യക്തമാണ് ശരത്. മുനമ്പം മനുഷ്യക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ശരത് നൽകിയത്. തൃശൂർ മാന്താമംഗലം പള്ളി തർക്കത്തിന് പരിഹാരമാകുന്നു. ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തയ്യാറായതാണ് പ്രശ്നപരിഹാരത്തിന് വഴിവെച്ചത്. ഹൈക്കോടതി വിധി അനുസരിച്ച് പള്ളിയുടെ ഭരണ ചുമതല ഒഴിയാൻ യാക്കോബായ വിഭാഗം തയ്യാറായപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലിരിക്കുന്ന അപ്പീലിൽ തീരുമാനമാകും വരെ പള്ളിയിൽ പ്രവേശിക്കില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗവും കളക്ടറെ അറിയിച്ചു. അതേസമയം നാളെ ഒരു ദിവസത്തേക്ക് കുർബാനയ്ക്ക് അനുമതി നൽകണമെന്ന യാക്കോബായ സഭ ആവശ്യമുന്നയിച്ചെങ്കിലും കളക്ടർ അംഗീകരിച്ചില്ല. കൊച്ചിയിൽ നിന്നും ഉമേഷിന്റെ റിപ്പോർട്ട് കാണാം. ദിവസങ്ങൾ നീണ്ടുനിന്ന തൃശൂർ മാന്നാമംഗലം പള്ളിത്തർക്കത്തിന് താൽക്കാലികമായെങ്കിലും വിരാമമായിരിക്കുകയാണ്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. ക്രമസമാധാനം എത്രയും പെട്ടെന്ന് അവിടെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് ഇരു വിഭാഗങ്ങളോടും കളക്ടർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംഘർഷം തീർത്തും ഒഴിവാക്കും എന്ന് ഇരു വിഭാഗങ്ങളും കളക്ടർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഒപ്പം മറ്റു ചില ഉപാധികൾ കൂടി കളക്ടർ ഇരു വിഭാഗങ്ങളോടുമായി മുന്നോട്ട് വച്ചിരുന്നു. അതിൽ ഓർത്തഡോക്സ് വിഭാഗം അംഗീകരിച്ച ഉപാധി എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് മുന്നിലിരിക്കുന്ന അപ്പീലിൽ തീരുമാനമാകും വരെ പള്ളിയിൽ പ്രവേശിക്കുകയില്ല എന്ന ഓർത്തഡോക്സ് വിഭാഗം കളക്ടർക്ക് ഉറപ്പ് നൽകി. ഒപ്പം യാക്കോബായ സഭ പറഞ്ഞിരുന്നത് യാക്കോബായ സഭയോട് നിലപാടറിയിക്കാനായി ഇന്ന് കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. അതായത് ഹൈക്കോടതി വിധി അനുസരിച്ച് പള്ളിയുടെ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിയണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഒപ്പം ആരാധന നടത്താനായി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടി കളക്ടർ മുന്നോട്ട് വെച്ചിരുന്നു. അക്കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനം അറിയിക്കണം എന്നതായിരുന്നു യാക്കോബായ സഭയോട് കളക്ടർ നിർദ്ദേശിച്ചിരുന്നത്. അതനുസരിച്ച് യാക്കോബായ വിഭാഗം തങ്ങളുടെ നിലപാട് അറിയിച്ചു. കളക്ടർ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു യാക്കോബായ സഭ അറിയിച്ചത്. അതനുസരിച്ച് പള്ളിയിലെ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിയാം, ആരാധന നടത്തുന്നത് ഒഴിവാക്കാം, എങ്കിലും ഒരു ഉപാധി മാത്രം അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു ഒരു ആവശ്യം. കോട്ടയം അയർക്കുന്നത്ത് കാണാതായ 15-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. അരിപ്പറമ്പ്
ഒറവയ്ക്കലുള്ള ഹോളോബ്രിക്സ് കമ്പനിക്ക് സമീപത്തെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഹോളോബ്രിക്സ് കമ്പനിയിലെ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിലായി. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വിവരങ്ങൾ. അയർക്കുന്നം സ്വദേശിയായ 15 വയസ്സുള്ള പെൺകുട്ടിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്നും കാണാതായത്. അതിനുശേഷം പോലീസ് ഇത് സംബന്ധിച്ച് പരാതി അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ നൽകിയിരുന്നു. പോലീസ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു. പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതാകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നിരുന്നു, ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഇത് ചെയ്ത ആളെ തിരിച്ചറിഞ്ഞിരുന്നു. മാലം സ്വദേശിയായിട്ടുള്ള അജേഷിന്റെ ഫോണാണ് വന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അജേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിലാണ് അജേഷ് ഇത്തരത്തിൽ ഈ 15 വയസ്സുകാരിയെ കൊല ചെയ്തതായിട്ടുള്ള വിവരം പോലീസിനോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വാഴക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചതായും പോലീസിനോട് വെളിപ്പെടുത്തി. അതിനുശേഷം മാനഭംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് പ്രതിയുമായി ഒറവക്കലിലെ ഹോളോബ്രിക്സ് സ്ഥാപനത്തിൽ എത്തുകയും അതിന്റെ പുരയിടത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്നാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പ്രതി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും പോലീസ് പിന്നീട് അത് പരിശോധിക്കുകയും അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. അവിടെ ഈ ഹോളോബ്രിക്സ് സ്ഥാപനത്തിലെ ഡ്രൈവറായിരുന്നു അജേഷ്. ഈ ഹോളോബ്രിക്സ് സ്ഥാപനത്തിന്റെ സമീപത്തെ പുരയിടത്തിലെ വാഴ തോപ്പിലാണ് മൃതദേഹം കുഴിച്ചു മൂടിയിരുന്നത്. ഡിവൈഎസ്പി ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തി. ഒപ്പം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അടക്കം എത്തി പരിശോധനകൾ നടത്തിയ ശേഷം പിന്നീട് മേൽ നടപടി സ്വീകരിച്ച് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അജേഷിനെ സംബന്ധിച്ച് അജേഷിന് നേരത്തെ കേസുകൾ നിലവിലുണ്ട്. കാരണം നേരത്തെ 2 തവണ വിവാഹം ചെയ്ത അജേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കേസുകൾ അയർക്കുന്നം പോലീസ് സ്റ്റേഷനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോലീസ് വ്യക്തമാക്കി. LDF സർക്കാർ അധികാരമേറ്റ 1000 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസാന മിനുക്കുപണി പൂർത്തിയാക്കി പൈപ്പ് ലൈൻ വേഗത്തിൽ നാടിന് സമർപ്പിക്കാനാണ് തീരുമാനം. മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചാണ് വികസന കുതിപ്പിൽ നാഴികക്കല്ലാകുന്ന പദ്ധതിക്കായി സർക്കാർ മുന്നോട്ടു പോയതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, വിശദാംശങ്ങൾ. LDF സർക്കാർ അധികാരത്തിലേറി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ, അതായത് 1000 ദിവസം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിന്റെ അവസാന മിനുക്കുപണികളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 2010 വാതക പൈപ്പ് ലൈൻ പദ്ധതിക്ക് തുടക്കമായത്. 2012 ജനുവരിയിൽ 2ാം ഘട്ടം കൊച്ചി മംഗലാപുരം കൊച്ചി കോയമ്പത്തൂർ ബംഗളൂരു പദ്ധതിക്കും അനുമതി ലഭിച്ചു. സ്ഥലം ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് 2014 ഓഗസ്റ്റിൽ മുഴുവൻ കരാറുകളും ഗെയിൽ ഉപേക്ഷിച്ചു. ഇഴഞ്ഞു നീങ്ങിയ പദ്ധതിക്ക് പിന്നീട് 2016 ജൂണിലാണ് ജീവൻ വെച്ചു തുടങ്ങിയത്. കാരണം LDF സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി. കൊച്ചി മംഗലാപുരം പാതയിൽ 410 കിലോമീറ്ററിലാണ് കേരളത്തിൽ പൈപ്പ് ലൈൻ ഇടേണ്ടത്. 2016 മെയ് വരെ 80 കിലോമീറ്റർ ദൂരത്തുള്ള ഭൂവിനിയോഗ അവകാശം മാത്രമാണ് ഗെയിലിന് കൈമാറിയത്. 2016 ജൂണിന് ശേഷം 330 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടാൻ സ്ഥലം ലഭ്യമാക്കി. 1000 ദിനങ്ങൾക്കുള്ളിലാണ് 380 കിലോമീറ്റർ ദൂരത്തും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. 22 സ്റ്റേഷനുകളിൽ 22ഉം 1000 ദിനങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു എന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി. അവസാന മിനുക്കുപണി പൂർത്തിയാക്കി പൈപ്പ് ലൈൻ എത്രയും വേഗത്തിൽ നാടിന് സമർപ്പിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു. കൊച്ചി മംഗലാപുരം പാതയിൽ കൂറ്റനാട് വച്ച് കോയമ്പത്തൂർ ബാംഗ്ലൂരു പാതയിലേക്കുള്ള പൈപ്പ് ലൈൻ ആരംഭിക്കും. കേരളത്തിന്റെ ഭാഗമായ 90 കിലോമീറ്ററിൽ 85 കിലോമീറ്ററിലും ഭൂവിനിയോഗ അവകാശം ലഭ്യമാക്കിയത് ഈ 1000 ദിനങ്ങൾക്കിടയിലാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 20 കിലോമീറ്റർ പ്രവൃത്തിയും ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കുകയുണ്ടായി. മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് വികസന കുതിപ്പിൽ നാഴികക്കല്ലാകുന്ന പദ്ധതിക്കായി ആണ് സർക്കാർ മുന്നോട്ട് പോയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വാതക പൈപ്പ് ലൈൻ ഗെയിൽ വാതക പൈപ്പ് ലൈൻ എത്തുന്നതോടെ സംസ്ഥാനത്ത് വികസന കുതിപ്പിന് തന്നെയായിരിക്കും തുടക്കം കുറിക്കുക എന്നും ഉള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഏതാണ്ട് കണക്കുകൾ പ്രകാരം 1000 കോടി രൂപയോളം പ്രതിവർഷം വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയായി തീരും വാതക പൈപ്പ് ലൈൻ പദ്ധതി എന്നതും മറ്റൊരു വസ്തുതയാണ്. അതോടൊപ്പം
ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന മേഖലകൾ ഒരു വ്യവസായ ഇടനാഴിയായി മാറാനുള്ള വലിയൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ പൈപ്പ് ലൈൻ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതിന് വേണ്ടി ഛിദ്രശക്തികൾ പ്രവർത്തിച്ചിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേവലം 1000 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 10 വർഷത്തോളം കിടന്നിരുന്ന പദ്ധതി 1000 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ്. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കേവലം 1000 ദിവസങ്ങൾ കൊണ്ട് ഇത്ര വലിയൊരു പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്നത് കണ്ണൂർ വിമാനത്താവളമാണ്. കണ്ണൂർ വിമാനത്താവളം